നമ്മുടെ എക്സാമിന് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പാസ്സാവേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം ഗൂഗിളിലായാലും യൂട്യൂബിലായാലും അടിച്ചു നോക്കുന്നത് അല്ലേ? ഇതാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ഹിസ്റ്ററി നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുക. എന്നാൽ ഇനി അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട, സൊല്യൂഷൻ ഇപ്പൊ കിട്ടിയില്ലേ? നമ്മുടെ +1 ബിസിനസ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ 7 ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇത് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടുമോ, അത്തരം ചോദ്യങ്ങൾ വളരെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇത് A+ന് വേണ്ടിയിട്ടുള്ളതോ ഫുൾ മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ല. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതുവരെ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് പാസ്സാവണമെങ്കിൽ ഒരു സൊല്യൂഷൻ വേണ്ടേ? അപ്പോൾ പാസ്സാവണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടുന്ന വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ പുറകെ വരും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം അല്ലെ? ഇത് തന്നെയാണ്, എക്സ്പ്ലെയിൻ ഇൻഡസ്ട്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. നമ്മുടെ ഇൻഡസ്ട്രീസിനുള്ള ബിസിനസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ബിസിനസ്സിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? ബിസിനസ്സിനെ നമ്മൾ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി ആണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതും ഒരു ഡയഗ്രാമിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതങ്ങനെ തന്നെ 8 മാർക്കിന് ചോദിക്കും. അത് കൂടാതെ 1 മുതൽ 4 മാർക്ക് വരെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഡയഗ്രാം ബേസ് ചെയ്ത് ചോദിക്കും. അപ്പൊ പഠിക്കാൻ റെഡിയാണല്ലോ? ഇതാണ് ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസിനെ നമ്മൾ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഇൻഡസ്ട്രി എന്താണെന്ന് നിങ്ങൾ അറിയണം അല്ലേ? നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ പോട്ടെ, നമ്മുടെ പ്രകൃതിയിലുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് എന്ന് നമ്മൾ പറയും. ഈ വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള സാധനങ്ങളാക്കി മാറ്റുന്ന എല്ലാ പ്രക്രിയയും നമുക്ക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. മാറ്റുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് ഇൻഡസ്ട്രി എന്ന് പറയാം. ഇതിനെ നമുക്ക് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് പ്രൈമറി ഇൻഡസ്ട്രി, രണ്ടാമത്തത് സെക്കൻഡറി ഇൻഡസ്ട്രി, മൂന്നാമത്തത് ടേർഷ്യറി ഇൻഡസ്ട്രി. ഇനിയിപ്പോ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിലോ, ഈ പ്രൈമറി ഇൻഡസ്ട്രി അതായത് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രകൃതിജന്യ വ്യവസായങ്ങൾ അഥവാ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, രണ്ടാമത്തത് ജെനറ്റിക് അഥവാ ജനിതക വ്യവസായങ്ങൾ. ഈ പ്രകൃതിജന്യ വ്യവസായങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്, നമ്മളതിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അതായത് ഇപ്പൊ നമുക്ക് കാണാം ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനിങ്. ഇതിലൊക്കെ എന്താ ചെയ്യുക? പാറ പൊട്ടിച്ച് അവർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ അയൺ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ബോക്സൈറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ബോക്സൈറ്റ് ഒക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കും. ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അലുമിനിയം അയൺസ് ഒക്കെ നമ്മൾ മാറ്റിയെടുക്കും. അപ്പൊ ഈ ബോക്സൈറ്റ് ഒക്കെ നമ്മളിങ്ങനെ ഖനനം ചെയ്ത പാറ കഷ്ണങ്ങളായി എടുക്കുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്വാറിയിങ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ചെങ്കല്ലുകളൊക്കെ പാറകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത്, വീടുണ്ടാക്കാനുള്ള കല്ലുകളൊക്കെ, അതിനെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഇനി ജെനറ്റിക് ഇൻഡസ്ട്രീസ് ആണെങ്കിലോ, നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? നമ്മൾ നമ്മുടെ വീടുകളിൽ പശുവിനെ വളർത്താറുണ്ട് അല്ലേ? ഡയറി ഫാംസ് ഉണ്ട്, പോൾട്രി ഫാംസ് ഉണ്ട്, പ്ലാന്റ്സ് ഒക്കെ വളർത്താറുണ്ട്, കുളങ്ങളിൽ ഫിഷിനെ വളർത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമുക്ക് ആവശ്യത്തിന് വ്യാവസായിക ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് ഓൾറെഡി നമ്മുടെ പ്രകൃതിയിലുള്ള സാധനങ്ങളെ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ടാണ്. ഇത്തരം ഇൻഡസ്ട്രീസിന്, ജീവനുള്ളവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതും ഓക്കെയാണ്. ഇനിയുള്ള നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തത് നമ്മുടെ ഉൽപാദന വ്യവസായം. നമുക്ക് ആവശ്യമുള്ള ഫോൺ ഉൽപ്പാദിപ്പിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള ടിഷ്യൂ ഉൽപ്പാദിപ്പിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള പെൻ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഉൽപാദന വ്യവസായം ഒരു കാറ്റഗറി. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് പല തരത്തിലാണ്. ആ പല തരങ്ങളുണ്ടല്ലോ, പ്രൊഡക്ഷൻ മെത്തേഡ്സ്. അതിന്റെ ബേസിൽ നമ്മൾ വീണ്ടും അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് മാറ്റുന്നുണ്ട്. ഇതിലൊന്നും പെടാതെ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി കൂടെ ഉണ്ട്. അപ്പൊ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ എന്താ ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ
ഒരു പ്രത്യേക സാധനത്തിൽ നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ റിഫൈനറി ഒക്കെ എന്താ നടത്താം, നമ്മുടെ കയ്യിലുള്ള ഒരു സബ്സ്റ്റൻസിൽ നിന്ന് നമ്മളതിങ്ങനെ മാറ്റി 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 ആവശ്യമുള്ളത് പെട്രോളിയം, ഇനി അതും അല്ലെങ്കിൽ ഡീസൽ, ഇതൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. ഇനി അതും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫുഡ് സർവീസ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇതിലെങ്ങനെയാണ് ഉണ്ടാവുക, ഫുഡ് സർവീസസ്, മൈനിങ്, ഇതിലെങ്ങനെയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, നമുക്ക് ആവശ്യമുള്ളത് നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനിയുള്ളത് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആണ്. എന്താ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റോ മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കണ്ടത്, റോ മെറ്റീരിയൽസ്, യെസ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് കാണാൻ പറ്റുക. പേപ്പർ മാനുഫാക്ചറിങ്, യാൺ സ്പിന്നിങ്, സിന്തറ്റിക് ഫ്യൂവൽ ഓർ ഓയിൽ, പെയിന്റ് മാനുഫാക്ചറിങ്. പേപ്പർ മാനുഫാക്ചറിങ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പിന്നിൽ മറ്റൊരു ലോജിക്കാണുള്ളത്. ലെറ്റ് ഇറ്റ് ബി ദെയർ. നിങ്ങളോട് പേപ്പർ ഇൻഡസ്ട്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എന്താ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ ഉണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ടാവും. വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താലേ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുക. ഷുഗർ ഉണ്ടാക്കുന്നത്, പേപ്പർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനിയുള്ളത് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. ഇവിടെ നമ്മൾ കണ്ടു റോ മെറ്റീരിയൽസ് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഇവിടെ നമ്മൾ ഫൈനൽ പ്രോഡക്ട്സ് ഉണ്ടാവും. പല കമ്പനികളുടെയും ഫൈനൽ പ്രോഡക്ട്സ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കമ്പ്യൂട്ടർ. അതിൻ്റെ പല പാർട്സും പല കമ്പനികളും മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് എന്താ സംഭവിക്കുന്നത്, നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ കൺസ്ട്രക്ടിങ് ഇൻഡസ്ട്രീസ് ആണ്. ബിൽഡിംഗ്, ഡാംസ്, ബ്രിഡ്ജസ്, ഹൈവേസ്, ഇതൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാരെ നമ്മൾ കൺസ്ട്രക്ടിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ഇനി നമുക്ക് ഇവിടെ ഫൈനലായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ടേർഷ്യറി ഇൻഡസ്ട്രീസ്. എന്താ ഈ ടേർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണം, അവർക്ക് ബാങ്കിങ് സപ്പോർട്ട് വേണം, അവർക്ക് പൈസ വേണം അല്ലേ, അവരുടെ റിസ്ക് സംരക്ഷിക്കാൻ അവർക്ക് ഇൻഷുറൻസ് വേണം, അതുകൂടാതെ അവർക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വെയർഹൗസ് വേണം, ഇനി അവരുടെ സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ അവർക്ക് ട്രാൻസ്പോർട്ട് വേണം. ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ടേർഷ്യറി ഇൻഡസ്ട്രി ആണ്. സോ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫൈനലി അഡ്വർടൈസിങ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതാ നിങ്ങൾക്ക് കാണാം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ടൈപ്സ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ റെഡ് തന്നെ ഇരിക്കട്ടെ. ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി, ഏതൊക്കെയുണ്ട്? പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. ഓക്കെ, ഇതിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് എക്സാമ്പിൾസ് വേണം. അതാണ് ഞാൻ എക്സാമ്പിൾസ് സെപ്പറേറ്റ് കൊടുത്തതിന്റെ കാരണം. അതുപോലെ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ടൈപ്സ് ഉണ്ടല്ലോ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ടൈപ്സ് ഉണ്ടല്ലോ, ഈ ടൈപ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതൊരു 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ എക്സാമ്പിൾസും പഠിക്കണം. ഓക്കെ, ഇനി ഓക്സിലറീസ് ടു ട്രേഡ്, ഓക്സിലറീസ് അല്ലെങ്കിൽ നമ്മുടെ ടേർഷ്യറി ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, ടേർഷ്യറി ഇൻഡസ്ട്രീസ് സോറി, ഇത് 5 മാർക്കിനുള്ള ചോദ്യമായിട്ട് വരും. മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും. അപ്പൊ അതും പഠിക്കണം. അപ്പൊ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 40% കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന് HUF എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എന്താ HUF എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇതിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. ഇതിന്റെ ലയബിലിറ്റി, അതുപോലെ കോ പാസനേഴ്സ് ആരാണ്, കർത്ത ആരാണ്, പിന്നെ മെമ്പർഷിപ്പ് ബൈ ബർത്ത്, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇനിയുള്ളത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ജോയിൻ ടുഗെദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്.
നമ്മുടെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സും 4 മെറിറ്റ്സും എഴുതണം. വളരെ സിമ്പിൾ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. എന്തൊക്കെയാ അതിന്റെ ഫീച്ചേഴ്സ്? വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്. അതിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലേ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമാണ് മെമ്പേഴ്സിനുള്ളത്. കൺട്രോൾ ആരുടെ കയ്യിലാണ്? മാനേജിങ് കമ്മിറ്റിയുടെ കയ്യിലാണ്. വെരി സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 8 മാർക്ക് കിട്ടും ഈ ചാപ്റ്ററിന്. മെറിറ്റ്സ് നോക്കുകയാണെങ്കിലോ ഈക്വൽ വോട്ടിംഗ് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 man 1 vote ആണ് അല്ലേ? ലിമിറ്റഡ് ലയബിലിറ്റി ആണ് മെമ്പേഴ്സിന്. സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഉണ്ട് ആൻഡ് എക്കണോമി ഇൻ ഓപ്പറേഷൻസ് ഉണ്ട്. അടുത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതുക? വെരി സിമ്പിൾ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെറുതെ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതൊരു 5 to 8 മാർക്സിന് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 2020, 22, 23 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ? അത് തന്നെയാണ് അതിന്റെ ഫീച്ചേഴ്സും. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിയമം നിർമ്മിച്ച ഒരാളാണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നിയമം ഓണേഴ്സിനെയും കമ്പനിനെയും വേറെ വേറെ ആയിട്ടാണ് കാണുന്നത്. ഫോർമേഷൻ ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്. കാരണം നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പെർപച്വൽ സക്സഷൻ ഉണ്ട്. വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതെ, എന്താണ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതെ കമ്പനി ഒരിക്കലും നിലവിലില്ലാതാകുന്നില്ല. ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾ എഴുതാം. അടുത്ത ചോദ്യം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഏതെങ്കിലും 4 മെറിറ്റ്സും 4 ഡിമെറിറ്റ്സും എഴുതണം. സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു. ഇൻഫർമേഷൻസ് നമ്മൾ മറ്റാരുമായിട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസെൻറ്റീവ്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ സോൾ പ്രൊപ്രൈറ്ററിന് എടുക്കാം. ആർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആൻഡ് വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം, ക്ലോസ് ചെയ്യാം. കാരണം ഇതിന് ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ലിമിറ്റേഷൻസ് നോക്കുന്ന സമയത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഓക്കെ, ബിസിനസ് ചെറുതാണ്, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് ലൈഫാണ്. സോൾ പ്രൊപ്രൈറ്റർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ എൻഡാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. മാനേജറിയൽ എബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ സിംഗിൾ പേഴ്സൺ ആണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ആൾക്ക് ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യമാണ്, എന്താണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ? അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? എന്താ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മേജർ ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൈമറി ഡോക്യുമെന്റ് ആണ് എന്നുള്ളത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ പറയുന്ന ഡോക്യുമെന്റിലാണ് ഉണ്ടാവുക. അത്രയും കാര്യങ്ങൾ എഴുതുക മെമ്മറാൻഡം ഓഫ് അസോസിയേഷനെ കുറിച്ച്. എന്നിട്ട് അതിന്റെ കണ്ടന്റ് എഴുതണം. കമ്പനിയുടെ പേരുണ്ടാവുന്ന ക്ലോസ്, അതിനകത്ത് ഒരുപാട് ക്ലോസസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ആണ് നെയിം ക്ലോസ്. അതിനകത്ത് കമ്പനിയുടെ പേരെന്താണ്, രജിസ്ട്രാർ അനുവദിച്ചു തന്നിട്ടുള്ള പേരെന്താണ് എന്നുള്ളത് ഉണ്ടാവും. ആൻഡ് ഈ റിക്വയർഡ് നിങ്ങൾക്ക് എന്തെഴുതാം, ഒരു പേരാവണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, എങ്ങനെ മാത്രമേ അത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുകയുള്ളൂ, അതുകൂടി എഴുതുക. ഇനി രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ്. നമ്മുടെ കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ക്ലോസ് ആണത്. മൂന്നാമത്തത് ഒബ്ജക്റ്റ് ക്ലോസ്. കമ്പനി എന്തിന് ഫോം ചെയ്തു, വൈ കമ്പനി ഈസ് ഫോംഡ്, ഇതാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇതിൽ പറയാത്ത ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനിയുള്ളത് ലയബിലിറ്റി ക്ലോസ് ആണ്, ബാധ്യതാ ക്ലോസ്. ഒരു മെമ്പറിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പറയുന്ന ക്ലോസ് ആണിത്. ഇനിയുള്ളത് ക്യാപിറ്റൽ ക്ലോസ് ആണ്. ക്യാപിറ്റൽ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്ക് കാര്യങ്ങൾ എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ കോൺട്രിബ്യൂഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്ന ക്യാപിറ്റൽ ക്ലോസിൽ ഉണ്ടാവുക. സോ ബേസിക്കലി ഏതെങ്കിലും 4 എണ്ണമൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരാറുള്ളൂ. ആൻഡ് ചോദിക്കും മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ്റെ ഏതെങ്കിലും 4 കണ്ടന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് എഴുതാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ആദ്യത്തെ ഒരു 7 ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് പഠിക്കാതെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫെയിൽ ആവും.
അതിലൊരു സംശയവുമില്ല. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ 1-2 സെഷൻസ് കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എന്തായാലും ഈ ബിസിനസ് എക്സാം ക്രാക്ക് ചെയ്യും. ബൈ.